ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നുണ്ട് ഒരെണ്ണം ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിന് അവസരം കിട്ടിയത്. രാവിലെ എണീറ്റപ്പോഴേ കാപ്പിയൊക്കെ റെഡി ആയിരിക്കുമായിരുന്നു. അങ്ങനെ നേരെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു. 3 ഇഡ്ഡലിയും കുറച്ച് സാമ്പാർ ഇത്തിരി പുളി കൂടിയതായിരുന്നു. ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴേ മനസ്സിലാവും. അതും കഴിച്ചുകൊണ്ട് നേരെ അടുക്കളയിൽ തേങ്ങ ചിരകാനായിട്ട് പോയി. കാരണം എൻ്റെ നാത്തൂൻ അവൾ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും. അപ്പം ഉടനെ തേങ്ങ തിരികെ അരപ്പ് വെച്ചാൽ അവൾ ചക്ക അരിഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ചക്ക വയ്ക്കാമല്ലോ. അങ്ങനെ ഞാൻ തേങ്ങ അരുവി അരച്ചപ്പോഴത്തേക്കും കുക്കറിൽ വെച്ച സാധനം എന്തായിരുന്നു. അപ്പം ഞാൻ ഉടനെ തന്നെ അരപ്പ് അരച്ച് ഒഴിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ അനിയൻ മീൻ കൊണ്ടുവന്ന് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ദേശീയ ബന്ധമല്ലേ, അങ്ങനെ മീനൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ചന്തയിൽ പോയാണ് വാങ്ങിച്ചത്. ഇത്രയും ഉള്ള പീസ് 150. ഞാൻ പറഞ്ഞു ഇത് നഷ്ടമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, ഇന്ന് ബന്ധമായതുകൊണ്ടാണ് ഇത്രയും ലാഭത്തിന് കിട്ടിയത്. മീനും അഴുക്കായിരുന്നു, പൊടിഞ്ഞു പോകും പോലത്തെ മീനായിരുന്നു. പിന്നെ ഉമ്മ പെട്ടെന്ന് മീനിനൊക്കെ വറുത്ത് ഞാൻ പൊടിഞ്ഞു പോയത് മുള്ളെല്ലാം കൂടെ കറിക്കും അല്ലാത്ത നല്ല പീസ് എടുത്ത് വറുക്കാനും എടുത്തായിരുന്നു. പിന്നെ വറുക്കാനുള്ള മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച്, എന്നിട്ട് മീൻ കറിക്ക് അരപ്പരച്ച് അതിനുള്ള സെറ്റപ്പൊക്കെ ചേർത്ത് തക്കാളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ചേർത്ത് തേങ്ങ അരപ്പും കൂടെ ഒഴിച്ചു. നമ്മൾ പുളി സാധാരണ മീനിൻ്റെ കൊത്താനിട്ടിട്ട് മീൻ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് അരയ്ക്കുന്നത്. പക്ഷേ ഇന്ന് മറന്നു പോയായിരുന്നു ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാം അരച്ചൊക്കെ ഇട്ടതിന് ശേഷമാണ് ഓർമ്മ വന്നത് പുളി തേങ്ങ അരപ്പിൽ ചേർത്തിട്ടില്ലയെന്ന്. പിന്നെ ഉടനെ തന്നെ പുളിയും കൂടെ നന്നായിട്ട് പിഴിഞ്ഞാൽ നമുക്ക് ചാറ് കിട്ടൂല. 2-3 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞാണ് പിന്നെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നേരെ പുറത്തടുപ്പിലാണ് കൊണ്ടുവച്ചത്. കാരണം അകത്ത് ആലുവ പുകയില്ലാത്ത അടുപ്പ്, പക്ഷേ പുക കാരണം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടിപ്പോൾ നമ്മൾ മിക്കതും വെളിയിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഉടനെ രസം വെക്കാൻ വേണ്ടിയിട്ട് പോയി മീൻ അടുപ്പിൽ വെച്ചിട്ട് അവൾ ഷാജിലാരെ വീട്ടിൽ, അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ അവർ എന്തോ വയ്ക്കുമെന്ന്, രസം കൂടെ വയ്ക്കുമെന്ന്. അപ്പം അവൾ നമ്മളെ കൂട്ടത്തില്ല ഒരാളല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളല്ലേ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഉടനെ രസവും കൂടെ വെച്ചു. രസം വെച്ച് നിന്നപ്പോൾ തന്നെ ഉമ്മ അടുക്കളയൊക്കെ വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 3 നേരം ഉള്ളതുകൊണ്ട് ജോലികളൊക്കെ പെട്ടെന്ന് അങ്ങ് ഒതുങ്ങുവാണല്ലോ. പിന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ബാക്കിയിരുന്ന മീനൊക്കെ വറുക്കാനിട്ട് എനിക്ക് ഭയങ്കര ദാഹം. അവൾ മാതളം പൊളിച്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജില്ലാതെ തണുപ്പാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് അങ്ങ് ദാഹം വന്നു. ഇതെൻ്റെ അനിയൻ കൊണ്ടുവന്ന പൊടിയാണ്. നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് ഒന്ന് ആവശ്യത്തിനെടുത്ത് കലക്കുക, കുടിക്കുക. പുളിപ്പൊന്നുമില്ല, നല്ല മധുരമാണ്. പിന്നെ മീൻ കറി എന്താണെന്ന് പോയി നോക്കാൻ പോയപ്പോൾ വലിയ ആവശ്യത്തിൽ കൈ പിടിക്കാൻ തുണിയൊന്നും ഇല്ലാതെ പോയി ചൂട് അടപ്പെടുത്ത് ഞാൻ ചാമ്പലിലിട്ട് എൻ്റെ ഉമ്മ കാണുന്നതിന് മുമ്പേ ഞാൻ പൈപ്പിൻ്റെ ഒട്ടി കൊണ്ട് കഴുകി തിരിച്ചടച്ച് വെച്ചില്ലെങ്കിൽ അവരെ എനിക്ക് നല്ല വഴക്ക് കിട്ടും. പിന്നെ മീനൊക്കെ വറുത്ത് കോരിയിട്ടുള്ള അടുത്ത ടാസ്ക് എന്താണ്, ഋതാൻകുട്ടപ്പനെ ഉറക്കുക. കാരണം അവൻ എന്നെ എത്രയോ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവളെങ്ങനെയെങ്കിലും കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഞാൻ അവനെ ഉറക്കിയിട്ട് നേരെ തൂക്കാനൊക്കെ കയറി. മുറി ഡെയിലി 2-3 നേരം തൂക്കുന്നതുകൊണ്ട് വലിയ ചവറൊന്നുമില്ല. എന്നാലും രാവിലെ എണീറ്റ് തൂത്തില്ലെങ്കിൽ ഉമ്മാരേന്ന് വഴക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ മുറി തൂത്തിറക്കി കൊടുത്തപ്പോഴത്തേക്കും അവൾ പുറത്തു നിന്ന് ഹോള് തൂക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മുറി തൂത്തിറക്കി കൊടുത്ത് അവൾ ഹോളൊക്കെ തൂത്തു. പിന്നെ ഉമ്മ ഹോള് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ തുടയ്ക്കണ ഇത് വാങ്ങിച്ച് ഹോളൊക്കെ തുടച്ചു. പിന്നെ നമുക്ക് ജോലിയില്ല കേട്ടോ. മുമ്പാണെങ്കിൽ 2 പേരുണ്ടായിരുന്നെങ്കിൽ ജോലി ഉണ്ടായിരുന്നു പോലെ. ഇപ്പോൾ 3 പേരുള്ളതുകൊണ്ട് ജോലിയില്ല. ഞാൻ തുടപ്പ് കഴിഞ്ഞുടനെ പിന്നെ നേരെ എൻ്റെ തുണിയും കൊണ്ട് കഴുകാനായിട്ട് പോയി. കഴുകി കുളിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഋതാൻ കുട്ടം ഉണർന്നു. പിന്നെ കുറച്ച് ബ്യൂട്ടീഷ്യൻ, വേറെ ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൗഡർ ഇടും. കുളിച്ച് കയറി വന്നുടനെ ഇടും. പിന്നെ മുടി ചീർപ്പ് കൊണ്ട് പോകത്തില്ല, പൊട്ടിപ്പോകുമെന്ന് പറയണ അല്ലെങ്കിലേ കാർക്കൂന്തലൊന്നും ഇല്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇതാക്കിയിട്ട് ക്ലിപ്പും പിടിച്ച് വെച്ചിട്ട് നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ കഴിക്കാൻ പോയപ്പോഴത്തേക്കും അനിയനും അവളും കഴിച്ചിട്ട് പോയായിരുന്നു. അപ്പം പിന്നെ ഞാനും പോയിരുന്ന് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ചക്കയും രസവും മീൻ കറിയും മീൻ പൊരിച്ചതും കിടിലം കോമ്പിനേഷനായിരുന്നു. ആസ്വദിച്ച് കഴിച്ചു. ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫല്ലേ, ഒരു ദിവസം ഫുള്ള് കാര്യങ്ങൾ എടുക്കണ്ടേ, ഉച്ചയാകുമ്പോൾ എങ്ങനെയാണ് ഒരു ഡേ തീരണേന്ന് വിചാരിച്ച് ബാക്കി വീഡിയോസൊക്കെ ഞാൻ എടുത്തതാണ്. ഞാൻ ചോറ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും മുറിയൊക്കെ ഒരു കോലാക്കിയിട്ടിരിക്കുന്നു. തുണിയൊക്കെ വാരിയിട്ട് പൗഡറൊക്കെ വാരി തട്ടി അവനെ കൊണ്ട് പറ്റണത് അവനും ചെയ്ത്. പിന്നെ കുറച്ച്
തുണികളും മടക്കി വെക്കാനുണ്ടായിരുന്നു. കല്യാണത്തിന് ഇട്ടതൊക്കെ തന്നെയായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി എല്ലാം മടക്കിയൊക്കെ വെച്ച് അവൻ എൻ്റെ ഫോണിനെ തള്ളിയിട്ട് ഡിസ്പ്ലേ സൈഡൊന്ന് ചെറുതായിട്ട് പൊട്ടി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളതൊന്നുമില്ല, ഈ തുണി മുടക്കണത് വരെയുള്ള. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയാണ്. രാവിലെ പൂരിക്ക് കിഴങ്ങറി വയ്ക്കാന്നുള്ള രീതിയിൽ അങ്ങനെ മസാലക്കറിയൊക്കെ വെച്ചു. കുക്കറിൽ വെച്ചിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതെടുത്ത് കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോവയ്ക്ക് കിട്ടിയായിരുന്നു, ചേട്ടത്തീരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അങ്ങനെ അത് അവൾ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അമ്മ അതിൻ്റെ അടുത്ത് പോയി നിന്ന് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറച്ചെടുത്ത് വിഴുക്കാനും അരിഞ്ഞ്, കുറച്ച് നമ്മൾ വറുക്കാൻ എടുക്കാൻ വേണ്ടി കവറിൽ കെട്ടി വെക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഇതൊക്കെ ആയി, കറിയും സെറ്റ് ചെയ്ത് ചോറ് കഴിക്കുക. പള്ളിയിൽ നിന്ന് കുറച്ച് ചോറ് കൊണ്ട് തന്നു, പള്ളിച്ചോറ്. അങ്ങനെ ചോറൊക്കെ തന്ന് ഞാൻ പിന്നെ റിദാനെ തൊട്ടിലിയിലെടുത്ത് കിടത്തിയിട്ട് ഞാനും ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിക്കൊണ്ട് വന്നു. എൻ്റെ എൻ്റെ മുഖത്തിപ്പം 2-3 ഉണ്ണിയുണ്ട്, കുഞ്ഞ്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊണ്ട് തന്നായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങാൻ പോയി. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഇട്ട് തീർന്നിട്ട് കിടക്കാൻ വേണ്ടി എൻ്റെ അനിയൻ വന്നിട്ട് പറയണത്, നീ എന്തരാണ് ഇട്ടണത്? ഞാൻ പറഞ്ഞു, മരുന്ന്, നിനക്ക് മരുന്ന് മാറിപ്പോയെന്ന് പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ടുകൊണ്ട് വന്നതിന് വാങ്ങിക്കൊണ്ട് പോയിട്ട് വേറെ ഇടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ വരാം. ബായ്.